നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ 6 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. 3 പേർക്ക് പരിക്ക്. പെരിന്തൽമണ്ണയിൽ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കല്ലംകുളത്ത് തെരുവുനായ ആക്രമണം. വയോധികയ്ക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു. പ്രശ്നം അറിയിച്ചിട്ടും പഞ്ചായത്ത് ഇടപെട്ടില്ലെന്നും നാട്ടുകാർ. ദേശീയപാതയിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടി ഭാഗത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസ് എത്തി പിഴുതുമാറ്റി. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമെന്ന് LDF. ഇല്ലാത്ത ജീവനക്കാരന്റെ പേരിൽ രേഖയുണ്ടാക്കി വേതനം കൈപ്പറ്റിയ നേതാക്കൾ. 24 പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ വർഷം കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നത് 10,430 പേർ. ഹജ്ജിന് പോകുന്നവർക്കായുള്ള സംസ്ഥാന ക്യാമ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ദേശീയപാതയിൽ കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ നിയന്ത്രണം വിട്ട കാർ 6 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവം. പുല്ലിശ്ശേരി സ്വദേശി സ്രാമ്പിക്കൽ അബ്ദുറഹ്മാൻ, മലപ്പുറം കുന്നുൽമാട് ചെമ്മാണിപ്പറമ്പ് വീട്ടിൽ ബഷീറിന്റെ മകൻ മുഹമ്മദ് റിസിൻ, താഴേക്കോട് ചെമ്മല ഹംസ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമരമ്പത്തൂർ ഭാഗത്തു നിന്ന് വന്ന കാർ സമീപത്തെ ഹോട്ടലിലേക്ക് കയറുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന 3 കാറുകൾ, ഒരു ഓട്ടോറിക്ഷ, ഒരു സ്കൂട്ടർ എന്നീ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. ഒരു റൗണ്ട് കാർ വട്ടം കറങ്ങി. കാർ ഇടിച്ചു വീണ ബൈക്ക് യാത്രക്കാരനെ കാർ വലയം വെച്ചു. മറ്റൊരു ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനങ്ങളിലുള്ളവർ ഹോട്ടലിൽ ആയിരുന്നതിനാൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റില്ല. വണ്ടി ഇവിടെ നിർത്തിയിട്ട് വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരിക. അവ കഴിച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് ഇതിൽ ഇറങ്ങിയ വഴിക്ക് ഈ കാറുകാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈഡിലേക്ക് വരിക. അപ്പോൾ അപ്പുറത്ത് കൂടെ വേറെ വണ്ടി ഓട്ടോയ്ക്ക് വരികയുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പാടി വഴിക്ക് പോകും. ബൈക്കുകാരെ ഇപ്പുറത്ത് കൂടെ ഓട്ടോയ്ക്ക് കയറി. അങ്ങനെ ബൈക്കുകാരെ അടിച്ചു. ബൈക്കുകാരെ തിരിച്ചിങ്ങോട്ട് മറന്നു. ബൈക്കുകാരൻ മറഞ്ഞ വഴിക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് വണ്ടിയിൽ പോയി. വണ്ടി നേരെ പോയി റൗണ്ടായിട്ട് പിന്നെ പോയി വണ്ടി റൗണ്ടായിട്ട് വന്ന് രണ്ടാമത് പിന്നെ ബൈക്കുകാരെ കാല് കൂടെ കയറിയിട്ട് അതിൻ്റെ വണ്ടിയിൽ അടിച്ചു. അപ്പോഴേക്കും ഒരു 5-6 വണ്ടിക്ക് വണ്ടി ഒന്ന് നോക്കുമ്പോഴേക്കൊക്കെ പരിപാടി കഴിഞ്ഞു. അത്ര റൗണ്ടില്ല വണ്ടി വന്നത്. ഭയങ്കര റൗണ്ടാണ് വന്നത്. നമുക്കൊന്നും സംസാരിക്കാനൊന്നും പറയാനൊന്നും ആളുടെ ഈ ബൈക്കുകാരെ എടുക്കാൻ നോക്കുമ്പോഴേക്കും വണ്ടി രണ്ടാമത് വരുന്നത്. അത് ഞാൻ ഓടി മാറി. അങ്ങനെ വന്ന് നമ്മളെ വണ്ടി കൂടെ അടിച്ചെടുപ്പോൾ വണ്ടി. ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. പെരിന്തൽമണ്ണ അമ്മിനിക്കാടാണ് സംഭവം. തമിഴ്നാട് ദിണ്ടിഗൽ അമ്പാത്തുറൈ സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്കൂൾ പടിയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തുനിന്നും മലപ്പുറത്തേക്ക് വരികയായിരുന്നു കണ്ടെയ്നർ ലോറി. ഡ്രൈവർ ശക്തിവേലിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ശക്തിവേലിനെ ഉടൻ തൊട്ടടുത്തുള്ള EMS സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കല്ലംകുളത്ത് തെരുവുനായ ആക്രമണം. വയോധികയ്ക്കടക്കം നിരവധി പേർക്ക് കടിയേറ്റു. 2 പശുക്കിടാക്കൾക്കും കടിയേറ്റു. പഞ്ചായത്ത് നടപടിയെടുക്കാത്തതാണ് സ്ഥിതി വഷളാവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കാഞ്ഞിരം മണ്ഡലംകോട് ചിന്നമണിയെ നായ വീടിനുള്ളിൽ കയറി കടിച്ചു. 2 കൈയിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് വന്ന് ഓടി വന്ന് കടിച്ചത്. 2 കൈയിലുണ്ട് മുറി, കഴുത്തിന്റെ സൈഡിലുണ്ട് മുറി. അത് ഇന്നിപ്പോ 4ാമത്തെ ആളാണ് ഇത്.
വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് റൂമിന്റെ ഉള്ളിൽ കയറി കടിക്കുകയാണ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് തെരുവുനായ ആക്രമണം തുടങ്ങിയത്. കാഞ്ഞിരം മേലുവീട്ടിൽ രജനിയെയാണ് നായ ആദ്യം ആക്രമിച്ചത്. ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാവിലെയാണ് കല്ലംകുളം കരിയങ്കോട് ജാനകിയെ കടിച്ചത്. മണ്ണാർക്കാട് നാഷണൽ ഹൈവേയിൽ കഞ്ചാവ് ചെടി. കോടതിപ്പടി പെട്രോൾ പമ്പിന് എതിർവശത്ത് നഗരസഭയും വ്യാപാരികളും ചേർന്ന് സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തി ചെടി പിഴുതെടുത്തു. ചൊവ്വാഴ്ച രാവിലെയാണ് മണ്ണാർക്കാട് ടൗണിൽ കഞ്ചാവ് ചെടി പൂച്ചട്ടിയിൽ വളരുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചത്. സ്ഥലത്തെത്തിയ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോജിന്റെ നേതൃത്വത്തിൽ ചെടി വേരോടെ പിഴുതെടുത്തു. 50 സെന്റിമീറ്ററോളം വളർച്ച വന്നിരുന്നു കഞ്ചാവ് ചെടിക്ക്. നാഷണൽ ഹൈവേയിൽ കോടതിപ്പടി പെട്രോൾ പമ്പിന് എതിർവശം ടീ സ്റ്റാളിന് സമീപമാണ് ചെടി വളർന്നത്. 3 വർഷം മുമ്പാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭയും വ്യാപാരികളും ചേർന്ന് ഫുട്പാത്തിന്റെ കൈവരിയിൽ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ച് LDF പ്രക്ഷോഭത്തിലേക്ക്. മെയ് 24 പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഭരണസമിതിയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പഞ്ചായത്തിലെന്നും LDF നേതാക്കൾ ആരോപിച്ചു. ഇല്ലാത്ത ജീവനക്കാരനെ പഞ്ചായത്തിൽ താൽക്കാലികമായി നിയമിച്ചുവെന്ന രേഖയുണ്ടാക്കി മാസങ്ങളായി വേതനം കൈപ്പറ്റുന്നു എന്നതുൾപ്പെടെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളുമായാണ് LDF നേതാക്കൾ രംഗത്ത് വന്നത്. ക്ലർക്ക് തസ്തികയിൽ രാജേഷ് എന്നയാളെ നിയമിച്ചതായി വ്യാജ രേഖയുണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തതെന്ന് നേതാക്കൾ ആരോപിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPI അംഗങ്ങളുടെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഇങ്ങനെയൊരു ജീവനക്കാരനെ നിയമിക്കാൻ ഭരണസമിതി ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ഉണ്ടായിട്ടില്ല. ഭരണസമിതിയുടെ മിനിറ്റ്സിന്റെ പകർപ്പ് പരിശോധിച്ചതിൽ യോഗത്തിൽ ചർച്ച ചെയ്യാത്ത നിരവധി തീരുമാനങ്ങൾ എഴുതി ചേർത്തതായി കാണുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്തിന്റെ തനതു ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത്. ചായച്ചെലവ്, ഉച്ചഭാഷിണി ഉപയോഗം, ഭക്ഷണച്ചെലവ്, അതിഥി സൽക്കാരം എന്നിങ്ങനെ ചെലവായതായി കാണിച്ച് ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. തനത് ഫണ്ട് ഉപയോഗിച്ച് UDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം റോഡ് പ്രവർത്തനം നടത്തുന്നു. പഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ അഴിമതിക്ക് പിന്നിലെന്നും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവട്ടി കൊള്ളയ്ക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മെയ് മാസം 24-ാം തീയതി രാവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 18 വാർഡുകളിൽ നിന്നായി പങ്കെടുക്കുന്ന ബഹുജനങ്ങൾ UDF ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായ താക്കീതായി ഈ മാർച്ച് മാറും. പഞ്ചായത്ത് ഓഫീസ് മാർച്ച് CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് EN സുരേഷ് ബാബുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് പൊറ്റശ്ശേരി മണികണ്ഠൻ ഈ മാർച്ചിൽ പങ്കെടുക്കും. ഈ മാർച്ചിൻ്റെ പ്രചരണാർത്ഥം നാളെ മെയ് മാസം 21-ാം തീയതി ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കാനും LDFന്റെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പ്രചരണ ജാഥ നാളെ രാവിലെ വാക്കടപ്പുറത്ത് നിന്ന് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KS സലീഹ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കോട്ടപ്പുറത്ത് 6 മണിക്ക് അത് സമാപിക്കും. CPIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് രാജാണ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള M മോഹനാണ് ജാഥ ക്യാപ്റ്റൻ. CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് KT രാമേന്ദ്രനാണ് വൈസ് ക്യാപ്റ്റൻ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അഴിമതിക്ക് പുതിയ മാതൃകകൾ തീർത്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തുകളിലൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് അഴിമതിയുടെ പുതിയ അധ്യായങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം UDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനൊക്കെ എതിരെ അതാത് സമയങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 4 സമരങ്ങൾ പഞ്ചായത്ത് മുന്നിലേക്ക് നടക്കുകയുണ്ടായി. 2.5 വർഷം കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റതിന് ശേഷവും അതേ പാതയിലൂടെ തന്നെയാണ് UDF ഭരണസമിതിയുടെ മുന്നോട്ട് പോക്ക്
ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ അഴിമതിയുടെ പാതയിലൂടെ ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് ഭരണസമിതി, UDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു തീവെട്ടിക്കൊള്ളയ്ക്ക് മുതിർന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ കാണുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ M. മോഹനൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ K. സുബ്രഹ്മണ്യൻ, A. ശിവശങ്കരൻ, CPI ലോക്കൽ സെക്രട്ടറി K. നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂരിൽ തുടക്കമായി. കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി B. അബ്ദുറഹിമാൻ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 10,430 പേരാണ് ഈ വർഷം കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നത്. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമായി. തിങ്കളാഴ്ച മുതൽ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങി. ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി B. അബ്ദുറഹിമാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും 17,840 പേർക്കാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 3 എംബാർക്കേഷൻ പോയിന്റുകൾ, ആ പോയിന്റുകളിലെ ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജിമാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ, നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർന്നാൽ നിങ്ങളെ സഹായിക്കാനുള്ള വളണ്ടിയേഴ്സും അവർക്ക് പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിനൊക്കെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. TV. ഇബ്രാഹിം MLA ആമുഖ പ്രസംഗം നടത്തി. MP മാരായ E.T. മുഹമ്മദ് ബഷീർ, MP അബ്ദുസമദ് സമദാനി, MLA മാരായ അഹമ്മദ് തേവർകോവിൽ, PTA റഹീം, മുഹമ്മദ് മുഹസിൻ, P. അബ്ദുൽ ഹമീദ്, P. ഉബൈദുള്ള, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സുഹറ, കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് K. ബിന്ദു, വാർഡ് കൗൺസിലർ അലി വെട്ടോടൻ, എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് രാജേഷ്, DGM സുനിത വർഗീസ്, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M. K. സക്കീർ തുടങ്ങിയവരും മത പണ്ഡിതന്മാരും നേതാക്കളും ചടങ്ങിൽ സംസാരിച്ചു. തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം ഹജ്ജിന് പോകുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൽ നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. കരിപ്പൂർ വഴി 10,430 പേരാണ് ഹജ്ജിന് പോകുന്നത്. ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം, ഭക്ഷണം, പ്രാഥമിക ആവശ്യം, പ്രാർത്ഥന എന്നിവയ്ക്കായി പ്രത്യേകമായ ഹാളുകൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് യാത്രാരേഖകളും യാത്രാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ നൽകും. വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ എയർപോർട്ടിലെത്തിക്കും. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും പരിസരത്തെ ഗതാഗത നിയന്ത്രണങ്ങൾക്കുമായി എയർപോർട്ടിലും ഹജ്ജ് ക്യാമ്പിലും പോലീസ് സേനയെയും പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട്. ജൂൺ 9 വരെ ഹജ്ജ് ക്യാമ്പ് തുടരും. ചെറുപ്പളശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ താൽക്കാലിക കുഴിയടക്കൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന പൗരസമിതി. കോറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള താൽക്കാലിക കുഴിയടക്കൽ പ്രവർത്തനങ്ങൾ പൗരസമിതി തടഞ്ഞു. ഇത് സംബന്ധിച്ച് നഗരസഭാ അധികൃതർക്ക് പരാതിയും നൽകി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചെറുപ്പളശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത് റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനിച്ചത്. റോഡിലെ കുഴികൾ അടച്ച് ഡ്രെയിനേജ് സംവിധാനവും പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെടുത്തത്. ഇതിനുള്ള പ്രവൃത്തികൾ ചൊവ്വാഴ്ച തന്നെ ആരംഭിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച കുഴിയടയ്ക്കൽ പ്രവൃത്തികൾ കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൗരസമിതി പ്രവർത്തനങ്ങൾ തടഞ്ഞത്. കേവലം കോറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴികൾ നിറയ്ക്കുന്നത് ശാശ്വതമല്ലെന്നും അത് കൂടുതൽ അപകട സാധ്യത ഉയർത്തുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൗരസമിതി കുഴിയടയ്ക്കൽ തടഞ്ഞത്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും പരാതി സമർപ്പിച്ചു. കോറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള കുഴിയടയ്ക്കൽ പ്രവർത്തനങ്ങൾ അല്ല വേണ്ടതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നും പൗരസമിതി ആവശ്യപ്പെട്ടു. പൊതുജനം അനുഭവിക്കുന്ന ദുരിതത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുപ്പായി ചിത്രീകരിച്ച് തള്ളിക്കളയുന്നത് ശരിയായ നടപടിയല്ലെന്നും പൗരസമിതി പ്രതിനിധികൾ പറഞ്ഞു. നമ്മൾ ഈ റോഡിൻ്റെ ആവശ്യം
ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ 2 വർഷമായിട്ട് റോഡ് പൊളിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ പാർട്ടി ഓഫീസിലായിട്ട് നേരിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെയർമാൻ പറഞ്ഞത് റോഡ് GSP ഇട്ട് റോളർ കൊണ്ട് അമർത്തി ഒരു പ്രത്യേക ഫണ്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുമെന്നുള്ളതാണ്. ആ ന്യൂസ് കേട്ട ആളുകൾക്ക് അറിയണ്ടാവും. അതല്ല ഇന്ന് നടന്നത് റോഡിൻ്റെ സൈഡിൽ കിടക്കണ കുറച്ച് കോരി വേസ്റ്റ് കോരിയിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ബുദ്ധിമുട്ടാവുന്നു. അതിന് നമ്മൾ പ്രതിഷേധം തന്നെയാണ്. അതിന് നമുക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. ഇത് ഇപ്പോൾ സുബീഷ് നേരത്തെ പറഞ്ഞതുമാതിരി 3-ാം വാർഡിലും 23-ാം വാർഡിലും പറഞ്ഞതുപോലെ അതേമാതിരി കോൺക്രീറ്റ് ചെയ്തിട്ട് റോഡ് നന്നാക്കി തരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ യോജിക്കും. അല്ലാണ്ട് അവർ എന്തെങ്കിലും തൽക്കാലം കണ്ണുപെട്ടിട്ട് പോകാനുള്ളൊരു പരിപാടിക്ക് നിൽക്കൂല. ജനങ്ങൾക്ക് വെള്ളം അവിടെ ഇവിടെ കെട്ടി നിൽക്കാണ്ട് കല്ല് കൊണ്ട് മേലേക്ക് വന്ന് ചെറിയ ബൈക്കുകളൊക്കെ വരുമ്പോൾ ബൈക്ക് മറിഞ്ഞു ആളുതിൽ. അപ്പോൾ കോറി വേസ്റ്റ് ഇടാൻ പാടില്ല. അവർ GSP ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തോട്ടെ, അതിനെന്താ കുഴപ്പം? ഫുള്ളായിട്ട് 2-3 വാർഡ് അവർ ചെയ്തിട്ടുണ്ടല്ലോ. സെക്രട്ടറി പാർട്ടി റോഡിന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുമാതിരി എന്താ പന്നിയൂശിക്കാർക്ക് എന്താ കോൺക്രീറ്റ് പറ്റില്ലേ? പന്നിയൂശിക്കാരെന്താ വെറും പൊട്ടന്മാരാണോ? അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 വാർഡിൽ അവർ കോൺക്രീറ്റിൻ്റെ പണി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളെ പന്നിയൂശിക്കാർക്ക് എന്താ കുഴിയടക്കൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് കൊടുത്തൂടെ? അവർ പ്രത്യേക ഫണ്ട് വെക്കുന്ന ഫണ്ട് എവിടെ പോയി? പിന്നെ ഇന്നലെ പന്നിയൂർശി പ്രാദേശിക ആളുകൾ വന്നു എന്നുള്ളത് ഞങ്ങൾ ന്യൂസിൽ കണ്ടു. പക്ഷെ ആ ആളുകളൊന്നും ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി ജനകീയ കൂട്ടായ്മയുടെ കമ്മിറ്റി 88 ആളെ വെച്ചിട്ടാണ് മിഞ്ഞാന്ന് കമ്മിറ്റി രൂപീകരിച്ചത്. പന്നിയൂർശിക്കാരാണ്. പക്ഷെ അവരൊക്കെ ഞങ്ങൾ ഇവർക്ക് ക്ഷണിച്ചതാണ്. അവർ വന്നിട്ടില്ല. അവർ പന്നിയൂർശിക്കാരായിട്ട് നമ്മൾ കൊലീബീസൊക്കെ ആയിട്ട് അവർ നമ്മളെ മാറ്റി നിർത്തും. ഞങ്ങൾ കൊലീബിയാണോ ഞാൻ കൊലീബിയാണോ എന്നുള്ളതൊക്കെ അവിടെ പന്നിയൂർശി നിവാസികൾക്കാരെ ഈ കൊടി ഞാൻ പിടിച്ച കൊടി തന്നെയാണ്. നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാന്നേ ഉള്ളൂ. അവിടുത്തെ അണികളായിരുന്നു ഞങ്ങളും. അപ്പോൾ നമ്മളവിടെ കൊലീബീസൊക്കെ ആയിട്ട് അവർ പ്രഖ്യാപിച്ച് ശരിക്കും ഞങ്ങൾ കൊലീബികളായിട്ട് അങ്ങനെ പോകാൻ ഞങ്ങളും തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ എല്ലാവരും പറയേണ്ടത് എല്ലാവരും ഒത്തൊരുമിച്ച് വിളിച്ചിട്ട് ഈ പടിഞ്ഞാറ്റുമുറി ബ്രാഞ്ച് സെക്രട്ടറി നമ്മൾ സെക്രട്ടറി അറിയിച്ചിട്ടില്ല. ചെട്ടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണദാസനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അയാൾ വരില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പാർട്ടി ബേസിൽ ഇത് കണ്ടു. പിന്നെ പാർട്ടി ബേസിലാവുകൊണ്ട് നമ്മൾ പാർട്ടി ബേസിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ ജനകീയ മുന്നണികളും എല്ലാ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ഇതിനൊരു പാർട്ടി ബേസിലല്ലാണ്ടാണ് വന്നത്. പക്ഷെ അവർ പാർട്ടിക്കാരാക്കി. അതിന് നമുക്കൊന്നും പറയാനില്ല. അത് അവരെ അറിവില്ലായ്മ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചളവറ മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 18ാം വാർഷികാഘോഷവും കലാഭവൻ മണി സ്മൃതി പുരസ്കാര സന്ധ്യയും മെയ് 24-25 തീയതികളിൽ നടക്കും. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് പരിപാടി മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 18ാമത് വാർഷികാഘോഷവും ക്ലബിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന കലാഭവൻ മണി സ്മൃതി പുരസ്കാര സമർപ്പണവുമാണ് മെയ് 24-25 തീയതികളിൽ നടക്കുന്നത്. മെയ് 24-ന് ഗ്രാമോത്സവം എന്ന പേരിൽ നാട്ടുകാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും. 25-ന് വൈകിട്ട് നടക്കുന്ന വാർഷികാഘോഷവും പുരസ്കാര സന്ധ്യയും മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. P. മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയാകും. കലാഭവൻ മണി പ്രധാനമായും പ്രതികരിച്ചിരുന്ന അഭിനയം, നാടൻപാട്ട്, പിന്നണി ഗാനം, മിമിക്രി, ജീവകാരുണ്യ പ്രവർത്തനം എന്നീ മേഖലകളിലാണ് അവാർഡ് നൽകുന്നത്. മികച്ച നടനായി ജാഫർ ഇടുക്കി, ഗോത്രവർഗ സംഗീതവും നാടൻപാട്ടും ജനകീയമാക്കിയ നഞ്ചിയമ്മ, പിന്നണി ഗായകനായി ജാസി ഗിഫ്റ്റ്, മിമിക്രി രംഗത്തെ അതുല്യ പ്രതിഭ മഹേഷ് കുഞ്ഞുമോൻ, ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് ഹംസ എന്നിവർക്കാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സിനിമയിൽ ചിത്ര സംയോജന രംഗത്ത് പ്രവർത്തിക്കുന്ന മുണ്ടക്കോട്ട് കുറിശി സ്വദേശിയായ PC മോഹനനെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കും. പുരസ്കാരങ്ങൾ മന്ത്രി K. രാധാകൃഷ്ണൻ സമ്മാനിക്കും. തുടർന്ന് ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഈവൻറ്റും അരങ്ങേറും. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മറ്റ് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ സംസ്ഥാനതല കലാഭവൻ മണി സ്മൃതി പുരസ്കാര സന്ധ്യയും വാർഷികാഘോഷവും 24-25 തീയതികളായിട്ട് നടക്കുകയാണ്. മുണ്ടക്കോട്ട് കുറിശി സിറ്റിയിൽ വെച്ചാണ് പരിപാടി. 24-ന് നാട്ടുകാരുടെ കലാപരിപാടികൾ ഗ്രാമോത്സവം എന്ന പേരിൽ നടക്കും. 25-ന് പൊതുസമ്മേളനം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. കലാഭവൻ മണി പ്രതിനിധീകരിച്ചിരുന്ന നാടൻപാട്ട്, മിമിക്രി, ജീവകാരുണ്യ പ്രവർത്തനം, പിന്നണി ഗാനം,
പൊതുപ്രവർത്തനം എന്നീ മേഖലകൾക്കാണ് അവാർഡ് നൽകുന്നത്. മികച്ച നടനായി ജാഫർ ഇടുക്കിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നണി ഗാന രംഗത്ത് ജാസി ഗിഫ്റ്റിനാണ് പുരസ്കാരം. നാടൻ പാട്ടും ഗോത്രവർഗ ഗാനങ്ങളുമൊക്കെ ജനകീയമാക്കിയ നെഞ്ചിയമ്മയ്ക്കാണ് നാടൻ പാട്ടിനുള്ള അവാർഡ് നൽകുന്നത്. മഹേഷ് കുഞ്ഞുമോൻ, മിമിക്രി കലാകാരനായ മഹേഷ് കുഞ്ഞുമോന് പുരസ്കാരം നൽകുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള അഷ്റഫ് ഹംസ, അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മുണ്ടക്കോട്ട് കുരിശിയുടെ കലാകാരനായിട്ടുള്ള സിനിമയിലെ എഡിറ്റർ PC മോഹന് നമ്മൾ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് P സതീഷ്, ട്രഷറർ AR രവിചന്ദ്രൻ, ഭരണസമിതി അംഗം TP കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാലയും പ്രഭ അനുസ്മരണ സമിതിയും ഏർപ്പെടുത്തിയ പ്രഥമ പ്രഭാ പുരസ്കാരം ശിശുരോഗ വിദഗ്ധനും കലാസാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വേണുഗോപാലിന് സമർപ്പിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുരസ്കാരം സമ്മാനിച്ചു. സ്വന്തം പുസ്തക പ്രകാശന ചടങ്ങിനിടെ കുഴഞ്ഞു വീണ് അന്തരിച്ച പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി എടത്തറ പൊതുജന വായനശാലയും പ്രഭ അനുസ്മരണ സമിതിയും സംഘടിപ്പിച്ച പ്രഥമ പ്രഭ പുരസ്കാരമാണ് പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും കലാസാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ V വേണുഗോപാലിന് സമർപ്പിച്ചത്. ശിശുരോഗ വിദഗ്ധൻ എന്ന നിലയിൽ അരനൂറ്റാണ്ടുകാലത്തെ സേവനവും കലാസാംസ്കാരിക രംഗത്തും നാടക സിനിമാ മേഖലയിലും നൽകിയ സംഭാവനകളും പരിഗണിച്ചാണ് ഡോക്ടർ V വേണുഗോപാലിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ശനിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ 7777 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സമ്മാനിച്ചു. നമ്മൾ വൈലപ്പുലിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്, മരിച്ചവർ വന്ന് നയിപ്പു ലോകത്തെ, മരിച്ചവർ വന്ന് നയിപ്പു ലോകത്തെ, മരിച്ചു പോയവരാണ് ലോകത്തെ നയിക്കുന്നത് എന്നൊക്കെ സത്യത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് ജീവിച്ചിരിക്കാത്ത, എന്നാൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന നിരവധി മനുഷ്യർ, നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ചിന്തകളും പ്രവൃത്തികളും അവരുടെ കർമ്മങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ശ്രീബുദ്ധനെ പോലെ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരൊക്കെ തന്നെയാണ് ഇന്നും ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പലപ്പോഴും മരിച്ച ആശയങ്ങൾ വീണ്ടും മരിച്ച ആശയങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നുള്ളതാണ് മറ്റൊരു ദുരന്തം. അപ്പോൾ തീർച്ചയായിട്ടും മരിച്ചുപോയ ആളുകൾ ഇവിടെ ബാക്കി വെച്ച അവരുടെ ദർശനങ്ങൾ, അവർ തന്നിട്ടുള്ള വെളിച്ചങ്ങൾ നമ്മൾ നയിക്കുകയും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാമാണികരായിട്ടുള്ള ആളുകൾ അവരുടെ വളരെ എന്താ പറയുക കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള പലതരത്തിലുള്ള ആശയങ്ങൾ, അതായത് ചത്ത ആശയങ്ങൾ വേണ്ടി പറയാം, മരിച്ചുപോയ ആശയങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 33 വർഷം പ്രദേശത്ത് പോസ്റ്റ്മാനായി സേവനമനുഷ്ഠിച്ച മാടമ്പി CPയെയും 87 തവണ രക്തദാനം നടത്തിയ പ്രദീപ് കുമാർ കാലടി, സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് M പാർത്ഥസാരഥി, എടത്തറ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിലെ വിജയികളെയും പ്രദേശത്തെ SSLC +2 വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ഉഷാമണലായ, ഗ്രന്ഥശാല സംഘം ജില്ലാ സെക്രട്ടറി വേണു പാലൂർ, ഡോക്ടർ രാമദാസ്, വേലുക്കുട്ടി, KV പീതാംബരൻ, KM അബ്ദുൽ ഗഫൂർ, E ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റീടാറിംഗ് കഴിഞ്ഞ് 1 മാസം തികയും മുമ്പ് തന്നെ റോഡ് തകർന്നു തുടങ്ങിയതായി പരാതി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിനെയും 13-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ചിറക്കപ്പടി പട്ടിശ്ശേരി റേഷൻ കട റോഡിലാണ് ഈ പ്രശ്നം. പ്രവൃത്തിയിൽ അഴിമതി നടന്നെന്ന ആരോപണവുമായി BJP നേതാക്കൾ രംഗത്ത് വന്നു. 2023-24 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 300 മീറ്റർ റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് പ്രദേശവാസികൾ പഞ്ചായത്ത് AE ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത് മുഖവിലക്കെടുക്കാതെ പൂർത്തീകരിച്ച റീടാറിംഗ് ആണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് ഇളക്കിയെടുക്കാൻ പാകത്തിൽ ടാറിംഗ് അടരുന്നുണ്ടെന്നാണ് പരാതി. പ്രവൃത്തിയിൽ അഴിമതി നടന്നെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. വിഷയത്തിൽ AE, ഓംബുഡ്സ്മാൻ, വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയതായും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP നേതാവ് സച്ചിദാനന്ദൻ പറഞ്ഞു. ചിറക്കപ്പറമ്പ് ഗാദി മുതൽ പട്ടിശ്ശേരിപ്പടി റേഷൻ കട വരെയുള്ള റോഡിൻ്റെ റീടാറിംഗ് 300 മീറ്റർ റീടാറിംഗ് 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ ടാറിംഗ് പണി പൂർത്തിയാക്കി
ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് ടാറെല്ലാം അടർന്നു വരുന്ന രീതിയിൽ കാണുവാൻ സാധിച്ചു. ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ പഞ്ചായത്തിലെ AE അടക്കമുള്ള ആളുകളെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് മുഖവിലയ്ക്കെടുക്കാതെ 8 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ റോഡ് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഈ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അതിന് കൂട്ടുനിന്ന ആളുകളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് AE അടക്കം ഓംബുഡ്സ്മാൻ അടക്കം വിജിലൻസിനടക്കം പരാതി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അലനല്ലൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം. മാളിക്കുന്ന് പെരുമ്പടാരിയിൽ നടന്ന ആദ്യ സമ്മേളനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റായി VK നൌഷാദിനെയും വൈസ് പ്രസിഡന്റായി അഭിനേഷിനെയും ജനറൽ സെക്രട്ടറിമാരായി രാഹുൽ കൃഷ്ണയെയും ഷബീബിനെയും ട്രഷററായി ഷുഹൈലിനെയും തെരഞ്ഞെടുത്തു. മാളിക്കുന്ന് പെരുമ്പടാരി യൂണിറ്റ് ഓഫീസിൽ നടന്ന സമ്മേളനം കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കോൺഗ്രസിന് സപ്പോർട്ട് നൽകുന്നത് പോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അതിനുള്ള പ്രാതിനിധ്യവും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ കഴിയും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനാൻ തങ്ങൾ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹബീബുള്ള അൻസാരി, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കളഭം രാധാകൃഷ്ണൻ, മുസ്തഫ പാറപ്പുറത്ത്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഇപ്പു, കോൺഗ്രസ് നേതാക്കളായ അസീസ് മുളയൻകാഴി, സാദിഖ് അച്ചിപ്പറ, VK ഫൈസൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വസീം, ജുനൈദ് കാനങ്കോട്, T മുസദ്ദീഖ്, T ഷൗക്കത്ത്, KSC മണ്ഡലം പ്രസിഡന്റ് ഷമീം റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ലക്ഷ്മി നാരായണ മഠത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിച്ച നിത്യാനന്ദാശ്രമം കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. കേരളത്തിലെ വിവിധ സന്യാസ പരമ്പരകളിലെ 30-ലധികം സന്യാസിമാരെ വാദ്യഘോഷങ്ങളോടെ നാമജപ ഘോഷയാത്രയായി മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് ആശ്രമത്തിലെ നിത്യാരാധന, ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ, വേദമന്ത്രങ്ങളോടെ സമർപ്പിച്ച ശേഷം ഉദ്ഘാടന സഭ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ആശ്രമങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് വിശദീകരിച്ചു. ലോകം മുഴുവൻ ഇന്ന് സന്യാസി ശ്രേഷ്ഠന്മാരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുകൊണ്ട് ശാങ്കര പരമ്പരയോ ശാങ്കര മഠങ്ങളോ മാത്രമാണ് ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനുശേഷം പല മഹാപുരുഷന്മാരും പല സമ്പ്രദായങ്ങളെ ആവിഷ്കരിച്ചവരുമായ ഒട്ടനവധി മഹാവിഭൂതികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഭഗവാൻ ഭാഷ്യകാരൻ മുന്നോട്ട് വെച്ച അദ്വൈതത്തെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്, അല്പം പരിഷ്കരിക്കാൻ ശ്രമിച്ചവരുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുന്നു, ഒരുപോലെ ആദരിക്കുന്നു. പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി സദാനന്ദ, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി പരമാനന്ദപുരി, സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, സ്വാമി ദേവാനന്ദപുരി, സ്വാമി നിഗമാനന്ദ തീർത്ഥ, സ്വാമി തേജസ്വരൂപാനന്ദ, സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥ, സ്വാമി ശിവാനന്ദയോഗി, മാതാ സത്യപ്രിയാനന്ദ, NV മുരളീകൃഷ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 30-ലധികം സന്യാസി വര്യന്മാർക്ക് യതിപൂജ നടത്തി. പ്രസാദ ഊട്ടും ഉണ്ടായി. യജ്ഞാചാര്യനായ പാറക്കോട്ട് നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റി രാജീവ് ഗാന്ധിയുടെ 33ാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DC സെക്രട്ടറി PR സുരേഷ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം അദ്ദേഹം കൊണ്ടുവന്ന ചിന്താഗതിയിൽ ഊന്നിയിട്ടുന്ന വികസനം മാത്രമല്ലേ ഈ രാജ്യത്ത് നടന്നിട്ടുള്ളൂ. വിവരശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത് മുഴുവൻ സ്വപ്നം കണ്ട ഒരു വലിയ ദീർഘദർശിയായ ഭരണാധികാരി. ഞാൻ പറയുന്നു, ഒരു 10 വർഷം കൂടി അദ്ദേഹം ഇന്ത്യ രാജ്യം ഭരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് സർവേശ്വരൻ കൊടുത്തിരുന്നുവെങ്കിൽ, ഈ വർഗീയ തീവ്രവാദികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താതിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായി മാറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളാണ് നമ്മളിപ്പോഴും പിന്തുടരുന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് അധ്യക്ഷനായി.
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം വൈസ് പ്രസിഡന്റ് NK മുഹമ്മദ് ബഷീർ, നാസർ കാപ്പുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി സമാനതകളില്ലാത്ത നേതാവാണെന്ന് KPCC സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു. അദ്ദേഹം വിവരവിനിമയ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുന്നിലെത്തിച്ച വീക്ഷണശാലിയായിരുന്നെന്നും വി ബാബുരാജ് ഓർമ്മിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ആൻഡമാൻ INDEC ജനറൽ സെക്രട്ടറി KP അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. DCC അംഗം TP മോഹൻദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശി വളാംകുളം, ജനറൽ സെക്രട്ടറി ഹുസൈൻ ബാറൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീല മോഹൻദാസ്, AR ചന്ദ്രൻ, യാക്കൂബ് കുന്നപ്പള്ളി, ഷെഫീഖ് ചക്കാലിൽ, ദിനേശ് കണക്കഞ്ചേരി, ഷിബിൽ പാതാക്കര, നഗരസഭാ കൗൺസിലർമാരായ കൃഷ്ണപ്രിയ, മുഹമ്മദ് സുനിൽ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 LSS വിജയികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം NN പ്രഭ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. വിജയികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV ശശിധരൻ, O മോഹൻദാസ്, T വാസുദേവൻ, ഗോപാലകൃഷ്ണൻ, M ചാമി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് പെരുമ്പടാരി പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് കഞ്ഞിപാർച്ച നടത്തി. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് കഞ്ഞിപാർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. പോർക്കൊരിക്കൽ ക്ഷേത്രത്തിലെ താലപ്പൊലി ദിനത്തിൽ രാവിലെ വിശേഷാൽ പൂജയ്ക്ക് ശേഷം നടന്ന കഞ്ഞിപാർച്ചയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 4 വർഷമായി നടക്കുന്ന കഞ്ഞിപാർച്ചയിൽ വിശ്വാസി എന്ന നിലയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. എല്ലാ വർഷവും ജാതിമത ഭേദമന്യേ ഈ ദേശത്തെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാൻ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പം അതിനെല്ലാം ഭാഗമായി വിവിധ ദേശങ്ങളിലുള്ള ഗജവീരന്മാരും വാദ്യകലാകാരന്മാരും അവതരിപ്പിക്കുന്ന ഒട്ടനവധി കലാപരിപാടികൾ വിവിധ ദേശങ്ങളിൽ നിന്നും ഭഗവതിയുടെ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിപ്പോരുന്ന കഞ്ഞിപാർച്ചയിൽ പങ്കെടുക്കാനായി ഒട്ടനവധി ആളുകളാണ് എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാനും ഈ കഞ്ഞിപാർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്, ഒരു ഭക്തനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം കഴിഞ്ഞ വർഷത്തേക്കാളും അധികം ഒരുപാട് ആളുകളാണ് ഈ വർഷം കഞ്ഞിപാർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ എടുത്തു പറയേണ്ടത് പോത്തൊഴിക്കാവ് അമ്പല കമ്മിറ്റിയുടെയും അതുപോലെ ആഘോഷ കമ്മിറ്റിയുടെയും പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ്. അത് ഈ അവസരത്തിൽ എടുത്തു പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ കഞ്ഞിപാർച്ചയുമായി സഹകരിച്ച പോലെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഇത്തവണയും കഞ്ഞിപാർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ആഘോഷ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ ക്ഷേത്രം പൂജാരി കലവറയിലെത്തി വിളക്ക് തെളിയിച്ചു. തുടർന്ന് അജിത് പാലാട്ട് കഞ്ഞി വിളമ്പിയാണ് കഞ്ഞിപാർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. PRO ശ്യാം, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ഓർമ്മ ദിനത്തിൽ ബാലസംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഏലംകുളം EMS സ്മാരക സമുച്ചയത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പുതുതലമുറയ്ക്ക് നായനാരെ പരിചയപ്പെടുത്തി. കലാപരിപാടികൾ, നാടൻപാട്ട് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ MP നാരായണൻ ഉണ്ണി EK നായനാരെ അനുസ്മരിച്ചു. P ഹിമ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ P മനോജ് കുമാർ, K അനിരുദ്ധ്, K സിദാൻ, KP ഹരിദാസ്, P സന്ദീപ്, നിവേദ്യ, K ദാമു എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകരണ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു. പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന സ്കൂൾ മാർക്കറ്റിന്റെ ഭാഗമായാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും മാർക്കറ്റ് ആരംഭിച്ചത്.
അരനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം ആരംഭിച്ച മാർക്കറ്റ് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഷെറീന മുജീബ്, ഓഡിറ്റർ കാർത്തികേയൻ, സെക്രട്ടറി P ശ്രീനിവാസൻ, സഹകാരികളായ അനിൽ, ഹനീഫ, റഫീഖ്, ജീവനക്കാരായ V അബ്ദുൽ സലീം, P രഞ്ജിത്ത്, രവീന്ദ്രനാഥ് P, നജീബ്, പ്രതീഷ്, അമീൻ മടത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവിധ സ്കൂൾ ബാഗുകളും നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ കുട്ടികൾക്ക് ലഭ്യമാക്കുകയാണ് ബാങ്ക് ലക്ഷ്യമാക്കുന്നത്. ജൂൺ 15 വരെ മാർക്കറ്റ് പ്രവർത്തിക്കും. വാണിജ്യ വാർത്തകൾ. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകൃത ഔട്ട്ലെറ്റ് അമാന പെട്രോളിയം ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്യുവൽ സ്റ്റേഷൻ പാലക്കാട് റോഡിൽ പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത ഗുണനിലവാരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റാണ് ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ഫ്യുവൽ സ്റ്റേഷൻ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ P മമ്മിക്കുട്ടി MLA നാടിന് സമർപ്പിച്ചു. ഈ അനുദിനം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ചെർപ്പളശ്ശേരി. അതിനനുസരിച്ചും അതിനേക്കാൾ കൂടുതലായി വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ അടിക്കാൻ സൗകര്യപ്രദമായ കേന്ദ്രങ്ങൾ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെർപ്പളശ്ശേരിയുടെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം നടക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവുകളുണ്ടായി. ആ കുറവുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും IOCയുടെ ഭാഗമായിട്ടുള്ള അമാന എന്ന് പറയുന്ന കമ്പനിക്കാരുടെ ഈ സംവിധാനം അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗണിൻ്റെ ആവശ്യകതയും ഒക്കെ നിർവഹിക്കാൻ ഇവിടെ പുതുതായി ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പേരുകേട്ട അമാന ഗ്രൂപ്പാണ് ചെർപ്പളശ്ശേരിയിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഫ്യുവൽ സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള പെട്രോളും ഡീസലും വാഹനങ്ങളിൽ തിരക്ക് കൂടാതെ നിറയ്ക്കുവാനുള്ള സൗകര്യമാണ് അമാന പെട്രോളിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എയർ ഫില്ലിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കേരള റീറ്റെയിൽ ഹെഡ് ഹിമാചന്ദ് ചൗഹാൻ, പാലക്കാട് ജില്ലാ റീറ്റെയിൽ സെയിൽസ് ഓഫീസർ മോഹിത് റെഡ്ഡി എന്നിവർ വിവിധ കൗണ്ടറുകൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ KM ഇസാക്ക്, ഷഹനാസ് ബാബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K നന്ദകുമാർ, KKA അസീസ്, ബിപിൻ പുളിങ്ങര, OK സൈതലവി, പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KB രാജേന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 1 വരെ ദിവസവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ധനം നിറയ്ക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി 5 ലിറ്റർ ഇന്ധനവും രണ്ടാം സമ്മാനമായി 2 ലിറ്റർ ഇന്ധനവും നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജൂലൈ 1 വരെ എല്ലാ തിങ്കളാഴ്ചയും 5 മണിക്ക് നറുക്കെടുപ്പുണ്ടായിരിക്കുന്നതാണ്. അതിൽ ഒന്നാം സമ്മാനം 5 ലിറ്റർ ഡീസൽ ഓർ പെട്രോൾ, ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഒരാൾക്ക് വീതം നൽകുന്നതാണ്. അതിൽ രണ്ടാം സമ്മാനമായിട്ട് 2 ലിറ്റർ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ 2 ആൾക്ക് വീതം നൽകുന്നതാണ്. ഇത് ജൂലൈ 1 വരെ തുടർന്നു പോകുന്നതാണ്.
ഇപ്പോൾ നടക്കുന്നത് ഇന്ന് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് 6 ഡീസലോ പെട്രോളോ അടിക്കുന്ന ആളുകൾക്ക് അതിന് പൈസൻ്റെ പരിധിയില്ല. ആരാണോ ഡീസൽ പെട്രോൾ ഏതാണോ ഇവിടുന്ന് അടിക്കുന്നത് അവർക്കൊരു കൂപ്പൺ നൽകും. അതിന് 5 ലിറ്റർ ഡീസൽ ഓർ പെട്രോൾ, അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 20 ആൾക്ക് കൊടുക്കും ഞങ്ങൾ. അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായിട്ട് 2 ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 25 ആൾക്കും കൊടുക്കും. ഇത് ജൂലൈ 1 വരെ ഞങ്ങൾ തുടർന്നു പോകും. ജൂലൈ 1-ന് ശേഷം പിന്നീട് ഞങ്ങൾ ആ സാഹചര്യത്തിനനുസരിച്ച് പിന്നീട് വീണ്ടും ഞങ്ങൾ ചിലപ്പോൾ തുടരുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാവുന്നതാണ്. അതപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ 6 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. 3 പേർക്ക് പരിക്ക്. പെരിന്തൽമണ്ണയിൽ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കല്ലംകുളത്ത് തെരുവുനായ ആക്രമണം. വയോധികയ്ക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു. പ്രശ്നം അറിയിച്ചിട്ടും പഞ്ചായത്ത് ഇടപെട്ടില്ലെന്നും നാട്ടുകാർ. ദേശീയപാതയിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടി ഭാഗത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസ് എത്തി പിഴുതുമാറ്റി. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമെന്ന് LDF. ഇല്ലാത്ത ജീവനക്കാരന്റെ പേരിൽ രേഖയുണ്ടാക്കി വേതനം കൈപ്പറ്റിയ നേതാക്കൾ. 24-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ വർഷം കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നത് 10,430 പേർ. ഹജ്ജിന് പോകുന്നവർക്കായുള്ള സംസ്ഥാന ക്യാമ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.